സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആകെ ചക്ക കുഴഞ്ഞ പോലെ കിടക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുന്ന ധർമ്മൻ ഒറ്റ വഴിയേ ഉള്ളൂ എന്ന് പറയും, ഗോമതി തിരിച്ചു വരണം. അതെ, ഗോമതി തിരിച്ചു വന്നാൽ മാത്രമേ കാര്യങ്ങളെല്ലാം ഭംഗിയാവൂ എന്ന് രാമേട്ടൻ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ദേവിയും പറയുന്നത്, അതെ, അതല്ലാതെ വേറൊരു മാർഗ്ഗവും നമുക്ക് കട അടയ്ക്കണ്ടേ എന്ന് ചോദിക്കും രാമേട്ടൻ. അപ്പോൾ ദേവി പറയും, ഞാൻ നേരത്തെ പോണ്, നിങ്ങൾ വന്നാൽ മതി എന്ന് പറയും. എന്നിട്ട് ആ താക്കോൽ കൊടുക്കുമ്പോൾ, വേണ്ട മോള് പൊക്കോ, ഞങ്ങൾ വേറെ താക്കോലിട്ട് പൂട്ടി വരാമെന്ന് പറയും. അങ്ങനെ ദേവി പോകുന്നത് നോക്കി രാമേട്ടനും ധർമ്മമാമനും നിൽക്കുന്നുണ്ടാവും. പിന്നീട് നമ്മുടെ അച്യുതനെയാണ് കാണിക്കുന്നത്. അനന്തേട്ടൻ പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിക്കും. അതെ, സത്യമാണ്, കടയുടെ ഓണർ പറഞ്ഞതാണ് എന്നോട്. അതിലും വലിയ സത്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയും. അത് നന്നായിട്ടുണ്ട്. ബാലന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അടിയുള്ളത്, ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമല്ലേ. ഗോമതി സ്റ്റോഴ്സിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ സ്വന്തം മകൻ വേറൊരു കട ഉയർത്തുന്നു, സൂപ്പർ മാർക്കറ്റ്. അപ്പം ഇനി ദേവമംഗലം നിന്ന് കത്തും. ഇത് ഗോമതി അറിയിക്കേണ്ടേ എന്ന് ചോദിക്കും. ഏയ് ചേട്ടൻ എന്തീ പറയണേ, ഗോമതിനെ അറിയിച്ചാൽ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗോമതി ഇവിടെ നിന്ന് ഇറങ്ങി ഓടും. അതിൻ്റെ ആവശ്യമില്ല, ഗോമതി അറിയരുത്. നമ്മൾ പറഞ്ഞില്ലെങ്കിലും ഗോമതി അറിയില്ലേ എന്ന് ചോദിക്കും. അതറിയുമ്പോൾ അറിയട്ടെ. ആ രവീന്ദ്രൻ ശരിക്കും നമ്മുടെ ആകാശിനെ കുടുക്കണല്ലേ എന്ന് പറയും. അതെ, അത് തന്നെയാണ് ബാലനോടുള്ളൊരു പണി. ബാലനിട്ടൊരു പണി തന്നെയാണ് അത്. അയാൾക്ക് എന്തായാലും ബാലനോട് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറയും. അതെ, അതാണ് കാര്യം. എന്തായാലും ഇനി ബാലൻ അടക്കി വെച്ചിരുന്ന മക്കളെല്ലാവരും ഓരോരുത്തരായി ചിറക് വിരിച്ച് പോകും. അപ്പോൾ ബാലൻ അതെല്ലാം കണ്ട് നെഞ്ച് പൊട്ടി നിൽക്കും. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ ഞാനിവിടെ കാത്തിരിക്കുന്നത്. അത്രയധികം ബാലൻ അഹങ്കരിച്ചിട്ടുണ്ട് എന്തായാലും മക്കളുടെ പേരിൽ. എന്തായാലും ഗോമതി സ്റ്റോഴ്സിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ സ്വന്തം മകൻ സൂപ്പർ മാർക്കറ്റ് ഉയർത്തുമ്പോൾ ബാലൻ പിന്നെ ജീവിച്ചിരിക്കും തന്നെ തോന്നണില്ല എന്ന് പറയും. അതെ എന്നൊക്കെ പറയുന്നുണ്ട്. തൽക്കാലം ഇത് ഗോമതി അറിയണ്ടെന്ന് പറയുമ്പോൾ ശരിയെന്ന് അനന്തനും പറയും. പക്ഷേ എല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ നന്ദിത അവിടെ നിൽക്കുന്നുണ്ടാവും, മറിഞ്ഞ് നിൽക്കുന്നു. നന്ദിത എന്തോ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. എന്തായാലും നന്ദിത ഗോമതിക്കെതിരെ ഒരിക്കലും ഒന്നും പ്രവർത്തിക്കില്ല. പിന്നെ കാണിക്കുന്നത് കടേനിന് രാമേട്ടൻ ഇങ്ങനെ അടക്കിപ്പറിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ധർമ്മം ചോദിക്കിന്, പോണില്ലേ രാമേട്ട എന്ന് പറയുമ്പോൾ, നീ പൊക്കോ, ഞാനിന്ന് ഇവിടെ കിടക്കണത്. ഇവിടെ രാമേട്ടൻ കളി പറയാതെ വീട്ടിൽ പോകാൻ നോക്ക്. വീട്ടിൽ ചെന്നിട്ട് ആരുണ്ടോ ഉള്ളത്, അവിടെ ചെല്ലുക, കുളിക്കുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങാ. അത് ആദ്യമാണെങ്കിൽ അത് പെട്ടെന്ന് വന്നിരുന്നടാ, ഇപ്പം അതുമില്ല, ഉറക്കവും വരുന്നില്ലടാ. അത് മാത്രമല്ല, ബാലൻ ഇങ്ങോട്ട് വരുവോടാ. അളിയനോ? രാമേട്ടൻ കളി പറയാതെ. അതേടാ, കഴിഞ്ഞ ദിവസം രാത്രി ഇങ്ങോട്ട് വന്നിരുന്നു. എന്നിട്ട് എന്ന് ചോദിക്കും. നീ എന്താ വീട്ടിൽ പോകാത്തതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ വീട്ടിൽ എന്തിനാണ് പോണത്, എനിക്കാരും ഇല്ല രാമേട്ടാന്ന് പറയുമ്പോൾ, അതൊക്കെ നിൻ്റെ തോന്നലണ്ട, അതൊന്നും നീ വിഷമിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാവും എന്ന് പറയുമ്പോൾ, എന്ത് ശരിയാവാൻ, എന്ത് ഭാര്യ ഭർത്ത തമ്മിലുള്ള ബന്ധം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടിങ്ങനെ ധർമ്മനാകെ ഞെട്ടി നിൽക്കണ്. അവൻ വന്നാലും അവൻ ഉറങ്ങാറൊന്നുമില്ലടാ, ഉറങ്ങാണ്ട് ഇങ്ങനെ കിടക്കും. അപ്പം പറയുന്നുണ്ട്, ഗോമതി സംഭവിച്ച കാര്യങ്ങളൊക്കെ നിന്നോട് തുറന്ന് പറയേണ്ടതായിരുന്നു, അത് പക്ഷേ നിന്നെ പേടിച്ചിട്ടാവോടാന്ന് പറയും. നീ ഉറങ്ങുമെന്ന് പറയും. 5-8 ദിവസം ഉറങ്ങാണ്ട് കിടന്നാൽ മാനസിക നില തെറ്റുമെന്നാണ് രാമേട്ട പറയുന്നത് കേട്ടത്. എനിക്ക് അങ്ങനെ ആവണം എന്ന് പറഞ്ഞപ്പോൾ, ബാല നിനക്ക് ഞാനുണ്ട്, ആരില്ലെങ്കിലും എന്ന് പറയും. അങ്ങനെ രണ്ടുപേരും കൂടെ പരസ്പരം കരയുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. ഇതൊക്കെ കേട്ടും കഴിഞ്ഞിട്ട് അന്തം വിട്ട് നിൽക്കുന്നത് നമ്മുടെ ധർമ്മൻ. പിന്നീട് ദേവി കടയിൽ നിന്ന് വന്ന് ഡ്രസ്സൊക്കെ അടക്കി വയ്ക്കുന്നതാണ് കാണിക്കുന്നത്. അതിന് ശേഷം ബാഗുമായിട്ട് പാലച്ചൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അച്ഛനും അമ്മയും മുന്നിൽ പ്രത്യക്ഷപ്പെടും. എന്താന്ന് ചോദിക്കും. അത് അച്ഛനെന്തിനാ ഇറങ്ങിപ്പോയെന്ന് ചോദിക്കും. അത് ആകാശ് വഴക്കുണ്ടാക്കിയിട്ടല്ലേ എന്ന് പറയും. ആകാശാണ് ആദ്യം വഴക്കുണ്ടാക്കിയത്, അച്ഛനൊന്നും ചെയ്തില്ലേന്ന് ചോദിക്കും. കഴിഞ്ഞത് കഴിഞ്ഞു. പൈസയും കൊണ്ട് നീ എങ്ങോട്ട് പോണ്, ബാലച്ചനെ ഏൽപ്പിക്കാൻ. ഞാനവിടെ കുത്തിയിരുന്നത് വെറുതെയാണ്, അത് ഇങ്ങോട്ട് എന്തായോ എന്നെ ഏൽപ്പിക്കുന്ന അച്ഛനെ. അയ്യടാ എന്ന് പറയുന്നുണ്ട്. ഞാനവിടെ കുത്തിയിരുന്നതിനൊരു കൂലി വേണ്ടേ, ഉച്ചവരെയും വെറുതെ കുത്തിയിരുന്നില്ലേ എന്ന് പറയും. ഇപ്പം തന്നെ തരാട്ടാ, കാത്തിരുന്നോ എന്ന് പറയും. ദേവി പറയും, അച്ഛന് പൈസ അല്ലേ എന്ന് പറഞ്ഞ് ബാഗ് ഇങ്ങനെ തുറക്കണ പോലെ കാണിച്ചിട്ട് ഒറ്റ ഓട്ടം ഓടും അവിടുന്ന്. അങ്ങനെ ആഗോദേവാനും ശ്രീകലയും നാണം കെട്ട് ചമ്മി നിൽക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നീട് നമ്മുടെ ദേവി ബാലച്ചൻ്റെ അടുത്തേക്ക് ചെല്ലും. ബാലച്ച ഇന്നാ കടയിലെ കളക്ഷൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. കുറവാണല്ലേ എന്ന് പറയും. കുറവുണ്ട് ബാലച്ച. ബാലച്ചൻ ഇല്ലാത്തതിൻ്റെ കുറവ് ശരിക്കും ഉണ്ടെന്ന് പറയും. ഒന്നാമത്തെ കാര്യം, ബാലച്ചൻ കട ഉപേക്ഷിച്ച് ബാലച്ചൻ കടയിൽ വരുന്നില്ല, കോമഡി സ്റ്റോഴ്സ് കൊടുക്കാൻ പോണ്. അങ്ങനെ പലവിധ സംസാരങ്ങളാണ് പുറത്ത്. പിന്നെ അമ്മ ബാലച്ചൻ ഉപേക്ഷിച്ച് പോയി എന്നും പറഞ്ഞിട്ട് ഒരു ഭാഗത്ത്, ആകാശാണെങ്കിൽ കടയിൽ നിന്ന് വരുന്നും പോണും നിൽക്കുന്ന, ഇടഞ്ഞ് നിൽക്കണ്. ഇതിനെല്ലാത്തിനും കാരണം ബാലച്ചനാണ്. ബാലച്ചൻ കടയിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ബാലച്ചൻ കടയിലുണ്ടെങ്കിൽ ഒരാളും ഒരു തർക്കത്തിന് വരുമോ, ഒരാൾ ഭരിക്കാൻ വരുമോ, ആരുമില്ല, ആരും. ബാലച്ചൻ നല്ല രീതിയിൽ നോക്കി നടത്തിയിരുന്ന കടയല്ലേ, അതെങ്കിലും ബാലച്ചൻ ആലോചിക്കണ്ടേ. മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ടുകളെ, വീട്ടിലത്തെ കാര്യങ്ങളും മറ്റുള്ളതൊന്നും ഇല്ലാണ്ട് ബാലച്ചൻ ആ കടയിൽ എത്രയും പെട്ടെന്ന് വരണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. ബാലച്ചൻ്റെ ജീവനാണ് ആ കട എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ നശിപ്പിക്കാനാണ് ബാലച്ചൻ്റെ തീരുമാനം. ഞാനോ മറ്റാരോ വന്നിരുന്നിട്ടും കാര്യമില്ല. എന്തായാലും ബാലച്ചൻ എന്ത് വേണ്ടതെന്ന് വെച്ചാൽ ആലോചിക്കണം എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ആലോചിക്കും മോളെ എന്ന് പറയും.
ആലോചിച്ചാൽ പോരാട്ടോ വരണം എന്ന് പറഞ്ഞ് ദേവി പോകും. പിന്നീട് ബാലൻ അവിടെ വരാന്തയിൽ വന്നിരിക്കുകയായിരിക്കുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോമതി അത് കാണും. അങ്ങനെ ഗോമതി നോക്കുമ്പോൾ ബാലൻ വരാന്തയിൽ ഇരിക്കുന്നുണ്ട്. ബാലനെ മറഞ്ഞ് നിന്ന് ഇങ്ങനെ ഗോമതി നോക്കണ്. പെട്ടെന്ന് തന്നെ ബാലനും ഗോമതിനെ കാണുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നീട് ഗോമതിനെ കണ്ട കാരണം കൊണ്ട് ബാലൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ഗോമതി അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോകുന്നൊരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്. പിന്നീട് ആര്യനും ഇത്രയും പറയുന്നുണ്ട്, അപ്പച്ചീനെ ശരിക്കും അവർ പൂട്ടിയിട്ടേക്കായിരിക്കും. അപ്പച്ചനെ കിട്ടിയത് അവർക്ക് ശരിക്കും ഒരു അനുഗ്രഹമായിട്ടുണ്ടാവും. അവരത് ഒരായുധമാക്കി എടുക്കും. ആര്യ അതൊന്നും ഉണ്ടാവില്ല. അത് ആര്യന് തോന്നണതാണ്. ആര്യനെ അവരെക്കുറിച്ച് അറിയാഞ്ഞിട്ടെന്ന് പറയും. എപ്പോഴും കാതും കണ്ണും ഓർത്ത് അങ്ങോട്ടിരിക്കുന്ന കാര്യം അവർക്കറിയാം. അതുകൊണ്ട് അവർ ആപത്തൊന്നും ചെയ്യില്ല. അന്ന് എന്തായാലും അതുകൊണ്ട് പേടിക്കേണ്ട. അത് ആര്യൻ്റെ തോന്നലാണ്. എന്തായാലും അപ്പച്ചീനെ അവർക്ക് കിട്ടിയത് ഒരു തുറുപ്പ് ചീട്ടാണ്. ദേവമംഗലത്തിൻ്റെ നേരെ ആഞ്ഞടിക്കാനൊരു ആയുധമായിട്ട് അവർ അതിനെ കണക്കാക്കും. ആര്യ എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും അപ്പച്ചീനെ ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരണം. ഒരു കണക്കിന് ഞാനൊന്നും പറയണ്ടായിരുന്നു, പറഞ്ഞതാണ് ഇപ്പോൾ ആകെ പ്രശ്നമായെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും സാരമില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ കൃഷ്ണമംഗലത്തുള്ളവരിങ്ങനെ വട്ടമിട്ട് ചർച്ച ചെയ്യുന്നു. അങ്ങനെ എന്താ തീരുമാനം എന്ന് ചോദിക്കുന്നുണ്ട് ഗോമതിനെ. പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനൊരു വഴി കണ്ടിട്ടുണ്ടെന്ന് പറയും. എന്ത് വഴിയെന്ന് ചോദിക്കും. നമുക്ക് ബാലനെ അടിമുടി തകർക്കാനുള്ളൊരു വഴി എന്ന് പറയും. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിന്നാൽ മതിയെന്ന് ആലോക് പറയുന്നുണ്ട്. എന്ത് വഴി എന്ന് ചോദിക്കും. നമ്മൾക്ക് ഗോമതിനെ കൊണ്ട് അപ്പച്ചിനെ കൊണ്ട് ഡൈവോഴ്സ് നോട്ടീസ് ബാലന് അയക്കാമെന്ന് പറയുമേ. അതൊന്നും വേണ്ട എന്ന് അനന്തം പെട്ടെന്ന് പറയുന്നു. അതൊന്നും നടപ്പിലാവുന്ന കാര്യമല്ല, അത് ഗോമതി ചെയ്യില്ല. വെറുതെ നമ്മൾ അതിൻ്റെ പിന്നാലെ നടന്നിട്ടൊരു കാര്യമില്ല പറയും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നന്ദിതയും പറയും, അതെ ബാലേട്ടനെതിരെ എന്തായാലും ഗോമതി അങ്ങനെ ഒരു നീക്കം ഉണ്ടാവില്ല ഒരിക്കലും. ഗോമതി ഇവിടെ നിൽക്കുന്നുണ്ടെന്നുള്ളൂ, ഗോമതിയുടെ മനസ്സ് മുഴുവൻ അവിടെയാണെന്ന് പറയും. അപ്പോൾ രാജശ്രീക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമാവും, ഡൈവോഴ്സ് നോട്ടീസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ വലിയച്ഛൻ പറയുന്നുണ്ടല്ലോ, നീ ഇപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടെന്ന് പറയും. ഗോമതി ഒരിക്കലും അതിന് കൂട്ടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കൂട്ട് നിൽക്കില്ല ശരി, പക്ഷെ നമ്മളോട് ഇങ്ങോട്ട് പറയും ഡൈവോഴ്സ് നോട്ടീസ് അയക്കാൻ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ അപ്പച്ചിനെ എത്തിക്കും. അതിനുള്ള സൂത്രങ്ങളൊക്കെ എനിക്കറിയാം. അതിനുവേണ്ടി ഞാൻ ഒരാളെ തന്നെ ഇറക്കുന്നുണ്ടെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ ഇങ്ങനെ അനന്തനും അച്യുതനൊക്കെ ഇങ്ങനെ ആകെ എന്താ അന്തം വിട്ട് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.